വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. സൺഡേ വ്ളോഗാണ്. അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് വേറെ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ എണീറ്റപ്പോൾ ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് സൂര്യൻ ഫ്രണ്ടിൽ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഡയറക്റ്റ് വെയിലടിക്കുന്നതുകൊണ്ട് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നുണ്ടായില്ല കേട്ടോ. പിന്നെ അവിടെ ഫ്രണ്ടിൽ ഇറങ്ങുന്നത് നോക്കുമ്പോൾ തന്നെ കോളേജിൻ്റെ എൻട്രൻസ് കാണാൻ വേണ്ടി പോലും കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് കോളേജ്. പിന്നെ ഡയറക്റ്റ് തന്നെ അടുക്കളയിലേക്ക് വന്നപ്പോൾ തലേന്നത്തെ പാത്രങ്ങളും കാര്യങ്ങളെല്ലാം കഴുകിയിട്ട് കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അതാത് പ്ലേസിലേക്ക് തിരിച്ചെടുത്ത് വെച്ചു കേട്ടോ. രാവിലെ ഗോതമ്പ് പൊടി കൊണ്ട് ദോശയും പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പുതിയ പാക്കറ്റ് ആയിരുന്നു കേട്ടോ. പാക്കറ്റൊക്കെ എടുത്ത് പൊട്ടിച്ച് ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മാവ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ ചെയ്യുന്നൊരു പരിപാടിയാണ് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചൂടാക്കും. അപ്പോൾ അത് ഇൻഡക്ഷനിലാണ് വെക്കുക. അപ്പോൾ അതങ്ങനെ വെച്ച് പിന്നെ അപ്പം ഉണ്ടാക്കാനുള്ള പാനും അടുപ്പത്ത് വെച്ച് അങ്ങനെ ഉണ്ടാക്കുന്നു. പിന്നെ ചമ്മന്തിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളിയും സവാളയും കൂടി അരിയിലായിരുന്നു കേട്ടോ അടുത്ത പരിപാടി. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ദോശ ഉണ്ടാക്കുന്ന മറിച്ചിടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വെള്ളം ചൂടായി കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു, മറ്റേ ഇൻഡക്ഷൻ ഓഫ് ചെയ്തു. അങ്ങനെയൊക്കെ ചില പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് എന്താണെന്നറിയില്ല, ഈ വീഡിയോയ്ക്ക് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോസിന് ഞാൻ സംസാരിച്ചുകൊണ്ട് തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായിരിക്കും ഇച്ചിരി എളുപ്പം. എന്നോട് എല്ലാവരും പറയാറുണ്ട് സംസാരിച്ച് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഓൺ ദ സ്പോട്ട്. അപ്പോൾ എനിക്ക് അതിനേക്കാളും കൂടുതൽ കംഫർട്ടബിൾ വോയിസ് ഓവർ കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ഈ വീഡിയോയ്ക്ക് എനിക്ക് എന്ത് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തിട്ട് ഇതിപ്പോൾ 2ാമത്തെ ദിവസമാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. കാരണം എനിക്ക് എന്തോ ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ കാണിച്ച്, പക്ഷെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെച്ചിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് മര്യാദയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. ഒരു തക്കാളിയും ഒരു സവാളയും അരിഞ്ഞ് കഴിഞ്ഞിട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ 2 ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, എല്ലാ പ്രാവശ്യം ദോശ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റത്തെ ദോശ കരിഞ്ഞു കേട്ടോ. അതെങ്ങനെയാണെന്ന് മാത്രം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ തക്കാളി ചമ്മന്തിക്കുള്ള കറി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ അത് ചൂടോടെ മിക്സിയിൽ അടിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫാൻ്റെ അടിയിൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ചായയ്ക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഇൻഡക്ഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ദോശയുടെ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തി. ഒരു ദോശ കൂടി ഉണ്ടാക്കാനുള്ള മാവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശകളെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കളയെല്ലാം ക്ലീൻ ആക്കിയിട്ടു. കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി. എനിക്കാണെങ്കിൽ ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം ഓൺ ദ സ്പോട്ട് തന്നെ കഴുകി വെക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് എല്ലാ പാത്രങ്ങളും കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ദോശ 3 ദോശ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചമ്മന്തി, ഇതായിരുന്നു കേട്ടോ ചമ്മന്തി. ഇങ്ങനെയാണ് ഇരുന്നത്. പിന്നെ ചായ ഉണ്ടാക്കിയിട്ട് ചായയും 1 കപ്പിൽ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എണീറ്റപ്പോൾ അവൾ ചൂടാക്കി കഴിച്ചു. പിന്നെ ഈ ഒരു അപ്പം ഉണ്ടാക്കിയ പാത്രം കൂടി ഉണ്ടായിരുന്നു കഴുകാൻ. അത് ലാസ്റ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ അത് ചൂടായിരിക്കുമല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കുഞ്ഞടുക്കള. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ചമ്മന്തിക്ക് അത്യാവശ്യം കുറച്ച് എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം മുളകും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ മുളക് പൊടിയും അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് എരിവ് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ജസ്റ്റ് ഒന്ന് അടിച്ച് കളയാമെന്ന്. കാരണം തലേന്ന് ഞാൻ അടിച്ചതാണ്, പക്ഷേ എന്നിട്ട് വീണ്ടും പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അടിക്കലും തുടക്കലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴത്തേക്ക് അവൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ടാണ് കേട്ടോ സിനിമ കണ്ടത്. അപ്പോൾ സിനിമ കണ്ട് പകുതി കഴിഞ്ഞപ്പം ഉറങ്ങിപ്പോയി. അപ്പോൾ അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് എണീറ്റ് വന്നപ്പം അപ്പോഴും കണ്ണൊന്ന് തുറക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടിങ്ങനെ അടിക്കുമായിരുന്നു, വെയിലിൻ്റെ ഇതും കൂടിയായിട്ട്. അപ്പം ഇതാട്ടോ കോളേജിൻ്റെ എൻട്രൻസ്.
ഞാൻ വീണ്ടും കാണിക്കുകയാണ്. കാണുന്നത് സെക്യൂരിറ്റി റൂമാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കിയില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഇന്ന് വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. പിറ്റേന്ന് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ജലദോഷവും തലവേദനയൊക്കെ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഓർഡർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഹാഫ് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു കേട്ടോ 2 പേരും. അപ്പം അത് അവൾ കഴിക്കാൻ വേണ്ടി വന്നില്ല, ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അവൾ കഴിച്ചത്. അപ്പോൾ സോസ് അതിൻ്റെ മേലെ, എനിക്ക് സോസ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ സോസ് അതിൻ്റെ മേലെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഫ്രൈഡ് റൈസ് കഴിച്ചു. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്നാണ് ഈ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തത്. ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഇപ്പോൾ കഴിക്കുന്നത്. കാരണം നേരത്തെ എന്ന് പറയുമ്പോൾ എല്ലാ പ്രാവശ്യം തന്നെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഫ്രൈഡ് റൈസാണ് ഓർഡർ ആക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു 2-3 മാസത്തിന് ശേഷം, ഒരു 4 മാസത്തിന് ശേഷം കണ്ടാണ് ഞാനിപ്പോൾ ഫ്രൈഡ് റൈസ് കഴിക്കുന്നത് തന്നെ. ഹലോ, അപ്പോൾ ഞായറാഴ്ച എടുത്ത വീഡിയോയ്ക്ക് ഔട്ട്രോ പറയാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ആ വീഡിയോയ്ക്കകത്തില്ലാന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് എന്താണെന്നറിയില്ല, വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനും പറ്റുന്നില്ല, വീഡിയോ എടുക്കാനും ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ എന്താ വീഡിയോയിൽ പറയണ്ടേന്നും അറിയില്ല, ഒരു ഇതായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ ചെയ്യാന്നറിയില്ല. അപ്പോൾ വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നോക്കണം ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അപ്പോൾ സൺഡേയിലെ വ്ലോഗ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഒരു ഉച്ചയ്ക്ക് എങ്ങാണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയില്ല. വൈകിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് എല്ലാ ദിവസവും നടക്കുന്ന പോലെ തന്നെയൊക്കെ ഉള്ളൂ. ഫുഡ് കഴിക്കൽ, ഫോൺ യൂസ് ചെയ്യൽ, എഴുതാണ്ടെങ്കിൽ എഴുതും, പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.